അപ്പൊ നമുക്കിന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ഒരു കിടിലൻ പ്ലം കേക്ക് ആയാലോ. അപ്പൊ എങ്ങനാ തുടങ്ങുമല്ലേ? ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് കേക്ക് മിക്സിംഗിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് റെഡ് ചെറി, ട്യൂട്ടി ഫ്രൂട്ടി, ബ്ലാക്ക് ഗ്രേപ്സ്, ഡേറ്റ്സും ആഡ് ചെയ്ത ശേഷം കൂടെ നല്ല കിടിലൻ റെമ്മൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ഭരണിയിലോട്ട് നമുക്ക് ഇതൊന്ന് സോക്ക് ചെയ്ത് ഒരു 1 വീക്ക് ഇവനെ ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, ഒരു വൈറ്റ് പാൻ ചൂടാക്കി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കാരമലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പഞ്ചാര പതുക്കെ മെൽറ്റായി വരുമ്പോൾ പതുക്കെ ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുന്നതിനനുസരിച്ച് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി ഒരു ബ്രൗൺ കളർ ആയി വരുമ്പോൾ ഒരു ബൗളിലേക്ക് ഇതൊഴിച്ചു മാറ്റാം. ഇനി തേർഡ് സ്റ്റെപ്പ്, ഫ്ലോർ മിക്സ് ചെയ്ത് വെക്കലാണ്. നമ്മളൊരു 250 ml 1/2 കപ്പ് മൈദ ആഡ് ചെയ്ത് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പൊടിക്ക് ഉപ്പും ചേർത്ത് കൂടെ സ്പൈസസ് ആയ കറുവപ്പട്ട, ജിഞ്ചർ പൗഡർ, ഗ്രാമ്പു, ജാതിക്ക ഇവയെല്ലാം 1/4 ടീസ്പൂൺ വീതം ചേർത്ത് പൊടി നന്നായി മിക്സ് ചെയ്ത് അരിച്ചു വെക്കണം. ഇനി ഫോർത്ത് സ്റ്റെപ്പ്, മുട്ട ബീറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതിനായി 3 മുട്ട പൊട്ടിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് ബീറ്റർ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഒന്നിടവിട്ട് ആഡ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്ത് കട്ടി പരുവത്തിൽ എത്തിക്കുക. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ച കാരമൽ ചൂട് പോയതിനു ശേഷം ബൗളിലേക്ക് ആഡ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്ത് വെക്കുക. കൂടെ 1/2 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടെ ആഡ് ചെയ്യുക. കൂടാതെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഒരു ബൗളിലേക്ക് മാറ്റി അതിനൊപ്പം കുറച്ച് മൈദ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സിനൊപ്പം മൈദ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് ബാറ്ററിൽ താഴ്ന്നു പോവാതിരിക്കാനാണ് മൈദ ഉപയോഗിച്ച് ഡ്രൈ ഫ്രൂട്ട്സിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഫൈനലി ഇനി നമ്മുടെ പ്ലം കേക്കിന്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ച കൂട്ട് ബേക്ക് ചെയ്യാനുള്ള ബോക്സിലോട്ട് ഒഴിച്ച് ഒന്നടി തട്ടി ഗാർണിഷ് ചെയ്യാനുള്ള നട്ട്സും ചെറിയും ആഡ് ചെയ്ത ശേഷം ഓവനിലേക്ക് മാറ്റാം. കേക്ക് കുക്കാവുന്ന ടെമ്പറേച്ചർ നോക്കി ഒരു സ്റ്റീൽ കമ്പി ഉപയോഗിച്ച് കേക്കിന്റെ നടുഭാഗം ഒന്ന് കുത്തി മാവ് ഒട്ടിപ്പിടിക്കുന്നില്ലെന്ന് ഉറപ്പ് വന്നാൽ നെക്സ്റ്റ് ഓവനിൽ നിന്ന് കേക്കിനെ പുറത്തെടുക്കാം. ഫൈനലി നല്ല സോഫ്റ്റ് റിച്ച് പ്ലം കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും ഫീഡ്ബാക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക.